സോനറ്റ് ജോസ്, റാങ്ക് 54, IAS. മുണ്ടക്കയത്താണ്, കോട്ടയത്താണ് വീട്. BSc ഫിസിക്സ് ആണ് പഠിച്ചത്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ. റാങ്ക് 54, സോനറ്റ് ജോസ്. ഞാൻ ഒത്തിരി പഠിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല വന്നത്. ഈ മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാനങ്ങ് പറയാം. ആക്ച്വലി നന്ദന നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. അതായത് നമ്മുടെ ലോവസ്റ്റ് ഫേസിൽ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യണം. അതായത് എല്ലാവർക്കും 2025 ഏപ്രിൽ 22 എന്ന് പറഞ്ഞ ഡേ ഓർമ്മ കാണും. കാരണം യൂഷ്വലി ഞങ്ങളുടെ റിസൾട്ട് വന്നു, ഓവർനൈറ്റ് ഞങ്ങൾ ഭയങ്കര സ്റ്റാർസായി അല്ലെങ്കിൽ ഒത്തിരി പ്രിവിലേജ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് യു ബാക്ക് ടു ഏപ്രിൽ 16, 2024. അതായത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ പോയിട്ട് നിൽക്കുന്നു. അതായത് റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന ഞാൻ, അതായത് അന്ന് തലേദിവസം വൈകിട്ട് അല്ലെങ്കിൽ അന്ന് രാവിലെ വരെ കുറേ അക്കാഡമീസ്, കുറേ ആൾക്കാർ, കുറേ ഫ്രണ്ട്സ് മറ്റേ ബെസ്റ്റ് വിഷസ് അയക്കുമല്ലോ, ഓൾ ദി വെരി ബെസ്റ്റ്, യു വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ദ ലിസ്റ്റ്, അതാണ് ഇതാണ് എല്ലാവരും അയച്ചു. പക്ഷേ ഒരു 2 മണിക്ക് റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറത്തേക്ക് എൻ്റെ ഫോൺ അനങ്ങിയിട്ടില്ല. അതായത് ആരും തന്നെ വിളിച്ചിട്ടില്ല. തൊട്ട് പുറകെ കോൾ വന്നു സൈലേഷ് സർ, തൊട്ട് പുറകെ കോൾ വന്നു അച്യുത് സർ. ഞാൻ നോക്കിയപ്പോൾ നന്ദോബൻ സാറിൻ്റെ ഒരു ലോങ് 3-4 മിനിറ്റ്സ് ലോങ് മെസ്സേജ് എനിക്ക് വരുന്നു ടെലഗ്രാമിൽ. അതുവരെ എനിക്ക് മെസ്സേജ് കാണുമ്പോൾ മാത്രം സംസാരിച്ച പ്രണവ് സർ, എടോ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വരിക്കുന്നു. പിന്നെ ഷെറിൻ സർ എനിക്ക് അറിഞ്ഞൂടാ, അതായത് അത്രയും നാളവിടെ ഇല്ലാത്തൊരു മനുഷ്യൻ വിളിച്ചിട്ട് എടോ ഓക്കെ ആടോ. അത് കഴിഞ്ഞ് ഷഹദ് സാർ വിളിക്കുന്നു, നിതിൻ സർ. അതായത് അവർ വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ഇത്രയും കോൾ വരില്ലല്ലോ. അതായത് ആ ഒരു ഫേസിൽ എന്നെ പിടിച്ചു നിർത്തിയത് ഫോർച്യൂണാണ്. കാരണം വേറൊരു അക്കാഡമിയോ ആരും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കുന്നത് ആ ഡേയ്ക്കും ആ ടീച്ചേഴ്സ്, അതായത് അവർ ചെയ്ത ആ ഒരു കാര്യത്തിന്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഫോർച്യൂൺ. കാരണം ഞാൻ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ഹാൻഡ്സിൽ വന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയുമല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. പക്ഷേ ആ ഒരു ഓർഫൻ ആയിരുന്ന എന്നെ ഒറ്റയ്ക്ക് വിടാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫോർച്യൂണാണ്. അപ്പോൾ താങ്ക് യു ഫോർച്യൂൺ. പിന്നെ ഞാൻ ഇതുവരെ ഒരു ഫെലിസിറ്റേഷൻ, അതായത് നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മുടെ നന്ദോബൻ സാർ അല്ലെങ്കിൽ നിതിൻ സാർ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം അവർക്ക് ജസ്റ്റ് ഫോർച്യൂൺ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയുള്ളൂ. അപ്പം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ അറിയാം. അപ്പം ഞാൻ ഇതൊരു നന്ദി പറയാനുള്ള വേദിയായിട്ട് എടുക്കുകയാണ്. കാരണം ഇപ്പോഴാണെങ്കിലും എൻ്റെ മെൻറ്റർ നിതിൻ സാർ, പുള്ളിക്ക് അതായത് വർഷം മൊത്തം നന്ദന പറഞ്ഞ പോലെ പണിയെടുക്കും. പക്ഷേ എല്ലാവരും റിസൾട്ട് വന്നു, എല്ലാവരും ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോൾ സാർ എവിടെയോ പോകും, സാറിനെ കിട്ടത്തില്ല. അപ്പം ഈ വേദിയിൽ സാർ ഇല്ലെങ്കിലും എല്ലാവരുടെയും ഒരു എഫേർട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു താങ്ക്സ് ഞാൻ പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജേർണിയിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ള, അതായത് ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾ നിതിൻ സാറാണ്. കാരണം ഞാൻ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം IRൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ചെന്ന് സാറിനോട് ചോദിച്ചു. അതായത് അതുവരെ എനിക്കറിയില്ല നിതിൻ സാർ ആരാ. കാരണം ഞാൻ ഫോർച്യൂണിൽ അത്ര റിസർച്ച് ചെയ്തിട്ട് ഫോർച്യുനേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുപെട്ട ഒരാളാണ്. അപ്പം സാർ ഇങ്ങനെ ഇരിക്കുന്നു, സാറ് ഫോണിൽ നോക്കി ഇരിക്കുന്നു. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, സാർ IRൻ്റെ ആൻസർ എഴുതി കാണിച്ചാൽ സാർ നോക്കി തരുമോ? അപ്പോൾ സാറ് പറഞ്ഞു നോക്കി തരാമല്ലോ, ഉറപ്പായിട്ടും നോക്കി തരാം. അപ്പോൾ പറഞ്ഞു ഞാൻ MTSനും പേപ്പർ നോക്കുന്നത്, അപ്പോൾ താൻ ആൻസർ എഴുതുവാണെങ്കിൽ എല്ലാം എഴുതിക്കോ, ഞാൻ നോക്കി തരാം. പക്ഷേ ആ മൊമെൻറ്റിൽ സാറോ ഞാനോ റിയലൈസ് ചെയ്തില്ല നെക്സ്റ്റ് വരുന്ന ഒരു 3 വർഷത്തേക്ക് സാറിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിരിക്കും ഞാനെന്നുള്ളത്. പിന്നെ പ്രിലിംസ് വന്നു, മെയിൻസ് വന്നു. മെയിൻസിൻ്റെയൊക്കെ സമയത്ത് ഞാനിപ്പോൾ പറയാൻ പോയാൽ കംപ്ലീറ്റ്ലി മെസ്സപ്പ് ആയിരുന്നു. അവിടെ നന്ദോമൻ സാറൊക്കെ ഇരുന്ന് ചിരിക്കും, അതായത് എൻ്റെ ഒരു മെയിൻസ് ജേർണി പറഞ്ഞാൽ. പക്ഷേ നിതിൻ സാറിൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതായത് ഏപ്രിൽ 16 റിസൾട്ട് വന്നു, ഞാൻ ലിസ്റ്റിലില്ല. ഏപ്രിൽ 20 ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും കുറേ ലോങ് മെസ്സേജസ് വന്നു. അതിനകത്ത് ഫസ്റ്റ് മെസ്സേജ് ഇറ്റ്സ് ടൈം ടു റീസ്റ്റാർട്ട് അതായിരുന്നു. സെക്കൻഡ് മെസ്സേജ് ഒരു കോട്ടായിരുന്നു, നോ മാറ്റർ ഹൗ ഹാർഡ് യു വർക്ക് ദിസ് ടൈം ഐ വിൽ വർക്ക് ഹാർഡർ ദാൻ യു. അതായത് ഈ തവണ ഞാൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നല്ല, സാർ എന്നെക്കാളും കൂടുതൽ വർക്ക് ചെയ്യും. അതായത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഈ അറ്റംപ്റ്റ്, അതായത് 30 ദിവസം അകലെയുള്ള പ്രിലിംസ് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരുന്നു സാർ കൂടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ
നിതിൻ സാറാണ്. അപ്പം സാറിനോട് ഏറ്റവും വലിയ താങ്ക്സ്. അതായത് വേർഡ്സിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല സാറിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ. ഞാനപ്പം എന്നോടിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇഫ് യു ഹാവ് എ നിതിൻ സർ ഇൻ യുവർ UPSC ജേർണി ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി മോർ ഈസിയർ. കാരണം പ്രിലിംസിലായിക്കോട്ടെ സാറ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രൈവിലാക്കുന്നു, ഡ്രൈവ് ഷെയർ ചെയ്ത് തരുന്നു. മെയിൻസിലാണെങ്കിൽ നമുക്ക് ആൻസേഴ്സ് നോക്കി തരുന്നു. ഇത് നന്ദന പറഞ്ഞ പോലെ കണ്ടന്റ് അയച്ചു തരുന്നു. ഈവൻ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് എൻ്റെ കാര്യത്തിൽ എനിക്ക് essay ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം essayക്ക് സ്പെഷ്യലായിട്ട് ഡെയിലി ആൻസേഴ്സ് നോക്കി തരിക. പിന്നെ ഇൻ്റർവ്യൂ ഫേസിലാണെങ്കിൽ ഞാൻ പറയും എൻ്റെ ഹ്യൂമൻ ChatGPT ആയിരുന്നു സാറ്. അതായത് ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുക, അറിയത്തില്ലെങ്കിലും PSIR ആണോ ജോഗ്രഫി ആണോ ഒന്നും നോക്കില്ല, സാറിന് അയച്ചു കൊടുക്കുക. സാർ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതരും. അപ്പം എനിക്ക് തോന്നുന്നില്ല ആരും ഇത്രയും മാത്രം എഫേർട്ട് ഇടുന്നു. കാരണം സാർ ഒരു വർഷത്തേക്കല്ല ഈ എഫേർട്ട് ഇട്ടത്. അതായത് ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഈ പാസ്റ്റ് ത്രീ അല്ലെങ്കിൽ 2 years കണ്ടിന്യൂസ്ലി ഡേ ആൻഡ് നൈറ്റ് സാർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒളിഞ്ഞിരുന്ന് ഇത് റെക്കോർഡിങ് കണ്ടോളാന്നൊക്കെ എന്നോട് പറഞ്ഞ സാറിന് എ ബിഗ് സല്യൂട്ട്. കാരണം വേർഡ്സിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല സാർ ചെയ്ത ആ ഒരു എഫേർട്ട്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് അവിടെ നിൽക്കുന്ന ഷഹദ് സാറാണ്. അതായത് ഞാൻ UPSCക്ക് അതായത് കളക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒത്തിരി റിസർച്ച് ചെയ്യാതെ ഒരു ഫീൽഡിലോട്ട് വന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഈ 1ാം ക്ലാസ്സിലും KG സെഷനിലൊക്കെ പിള്ളേരെ കൊണ്ട് വിടില്ലേ, അപ്പം ഏറ്റവും എഫേർട്ട് ഇടുന്ന ടീച്ചേഴ്സ് അവരായിരിക്കും. കാരണം ഒന്ന് അവർ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെ വരണമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് വന്നപ്പോഴേ PCMൽ സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അതായത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ വരെ പോയിട്ടുണ്ടെങ്കിൽ അത് സാറ് എന്ന ഫൗണ്ടേഷൻ്റെ ബേസിസിൽ മാത്രം. ഞങ്ങൾക്കൊരു ഫേമസ് കരച്ചിൽ കഥയൊക്കെ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ ഇൻ്റർവ്യൂവിന് അതായത് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്നത് ഇൻ്റർവ്യൂവിനായിരുന്നു. ഒരു ദിവസം ഞാൻ ഒറോട്ടി പോയിരുന്നു. സാർ എനിക്കൊന്ന് നന്ദനയ്ക്കോ ആർക്കോ 1-on-1 എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആയപ്പോഴത്തേക്ക് എൻ്റെ ആങ്സൈറ്റി അതായത് പീക്ക് ചെയ്ത് ഞാൻ ഒന്നും സംസാരിക്കാൻ പറ്റാതിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നെ തട്ടിയിട്ട് ചോദിച്ചു, എന്താ പറ്റി, ഇങ്ങനെ അല്ലല്ലോ ഇരിക്കാറ്, സോണറ്റ് ഇങ്ങനെ അല്ലല്ലോ എന്ന്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അനുഭവിച്ച ഹാപ്പിനെസ് വേറെ ആയിരുന്നു. കാരണം സാർ എന്നോട് ഒത്തിരി സംസാരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഈ തവണ പോയാൽ മതി. അപ്പം ഞാൻ ഏത് ഫേസിലാണോ ഏത് ഡേയിലാണോ എപ്പോഴാണോ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഷഹദ് സാർ. അപ്പോൾ സാറിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഫൈറൂസ് മാം, സാറിൻ്റെ വൈഫാണ്. എനിക്കറിഞ്ഞുകൂടെ ഇത്ര ക്ഷമയോടുകൂടി ഇത്ര ബോറായിട്ടുള്ള essay വായിക്കാൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളുണ്ടെന്ന്. കാരണം essayക്ക് എനിക്ക് മാർക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ essay എഴുതും, ഫൈറൂസ് മാമിന് അയച്ചു കൊടുക്കും. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എനിക്ക് ഫീഡ്ബാക്ക് തരുമായിരുന്നു. അതായത് എൻ്റെ ഈ ഒരു ജേർണിയിൽ എൻ്റെ ഒരു സെൽഫ് അഷുറൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിരുന്നു ഫൈറൂസ് മാം. പിന്നെ കുറേ സമയം ഞാൻ എടുക്കുന്നതെന്നറിയെങ്കിലും ഞാൻ പറയുകയാണ്, പുറകിലിരിക്കുന്നു നന്ദഗോപൻ സർ, ബ്ലൂ ഷർട്ട്. അതായത് ആന്ത്രപ്പോളജി പഠിക്കാൻ വേണ്ടി സാപ്പിയൻസ് വായിച്ചിട്ട് വന്ന ഞാൻ ക്ലൈമറ്റോളജി പഠിപ്പിച്ച് എന്നെ ജോഗ്രഫി ഓപ്ഷനിൽ എടുപ്പിച്ച വ്യക്തിയാണത്. എൻ്റെ ഈ ജേർണിയിലാണെങ്കിലും ഞാൻ ഇത്ര ഒരു നല്ല റാങ്കിൽ എത്താനുള്ള കാരണം ജോഗ്രഫി ഓപ്ഷനാണ്. അപ്പം ജോഗ്രഫി ഓപ്ഷനിലെ ക്രെഡിറ്റ് മൊത്തം നന്ദഗോപൻ സാറിനാണ്. കാരണം മാലി ചേച്ചിനെ കണക്ട് ചെയ്ത് തരിക, മിന്നു ചേച്ചിനെ കണക്ട് ചെയ്ത് തരിക, ഓപ്ഷണൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ കൂടി ഓപ്ഷണലിലെ പേപ്പർ കറക്റ്റ് ചെയ്ത് തരിക, ഒന്നുമില്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് തരിക. അപ്പം സാർ എനിക്ക് വേണ്ടി കുറേ പണിയെടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു നന്ദഗോപൻ സർ. പിന്നെ ഇംതിയാസ് സാർ അവിടെ ഇരിപ്പുണ്ട്. അതായത് ഇപ്പം TK നായർ സാർ നമ്മുടെ ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെ ഓർക്കണം. അപ്പം ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് ഫ്ലാഷ് ആയിട്ട് വന്നത് ഇംതിയാസ് സാറിൻ്റെ ഇമേജും ഗാന്ധിയൻ തലിസ്മൻ. സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് വേണമെങ്കിലും ഇപ്പം കേസ് സ്റ്റഡി എഴുതുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ലൈഫിലായിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നം വന്നോ, തിങ്ക് അബൌട്ട് ഗാന്ധിയൻ തലിസ്മൻ. അപ്പം ഇംതിയാസ് സാറിന് ഒത്തിരി താങ്ക് യു. സാറിൻ്റെ എത്തിക്സ് ക്ലാസ്, കറണ്ട് അഫയേഴ്സ് ക്ലാസ് റെക്കോർഡഡ് ആണെങ്കിലും ഡെയിലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മുടെ ഫോർച്യൂണിൻ്റെ നെടുന്തൂൺ സൈലേഷ് സർ, കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര നമ്മളെ വിശ്വസിക്കുന്ന ഒരാളുണ്ടോ എന്ന് നമുക്ക് സംശയമായി ഇപ്പോൾ. അതായത് എപ്പോൾ എന്നെ കണ്ടാലും പറയും, കഴിഞ്ഞ തവണ എന്തോ അൺലക്കായിരുന്നു, ദിസ് ടൈം യു വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ദ ലിസ്റ്റ്. എനിക്കില്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു സാറിന്. ഷെറിൻ സാർ അതുപോലെ, അതായത് കാണുമ്പോൾ ചോദിക്കും എങ്ങനെ പോകുന്നുണ്ടോ കാര്യങ്ങൾ, ഞാൻ പറയും സാർ കുഴപ്പമൊന്നുമില്ല. അപ്പം സാറും ഇത്തവണ എന്താണെങ്കിലും എല്ലാം ശരിയാകും. അതായത് ആ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അരുൺ സാർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ക്ലാസ്സസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത് പ്രണവ് സർ. ആദ്യമേ ടീച്ചറായിരുന്നു, പിന്നെ നമ്മുടെ കമ്പാനിയനായി, ഏറ്റവും അവസാനം ഞങ്ങളുടെ കൂടെ സ്റ്റുഡൻ്റായി. ഇവൻ സാറിൻ്റെ ആ ഒരു വൈബ്, അതായത് ഇന്നലെ കണ്ട ഏതോ ഒരു സ്റ്റേറ്റസിനൊരു പിഞ്ചു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ തന്ന മനുഷ്യനാണ് ഇവൻ. എൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങളുടെ അടുത്തടുത്ത ദിവസങ്ങളായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ തലേദിവസം എന്നെ കാണാൻ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ ഇരുന്ന് സംസാരിച്ചു. അപ്പം ഞാൻ ഓർത്ത് ആ മനുഷ്യൻ്റെ ഒരു ഗതികേട്, ഡൽഹി പോയിട്ട് ആ മനുഷ്യൻ്റെ ഒരു സമാധാനം ഇല്ലല്ലോ എന്ന്. അപ്പം താങ്ക് യു പ്രണവ് സർ. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സോറി. കാരണം
എൻ്റെ എൻ്റെ ഈ UPSC ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഫോർച്യൂണാണ്. അപ്പം ഓരോ ടീച്ചേഴ്സിനും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പം മുനി സാർ ഉണ്ട്, അച്യുത് സാർ ഞാൻ ഇൻ്റർവ്യൂവിന് മറ്റേ 1-on-1 സെഷന് വിളിക്കും, പക്ഷേ 1.5 മണിക്കൂർ ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയും. അത് കഴിയുമ്പോൾ അടുത്ത മിനിറ്റ് വരുമ്പോഴായിരിക്കും പറയുന്നത് അയ്യോ നമ്മൾ 1-on-1 എടുത്തില്ലോ, എങ്കിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും, ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ആൻറ്റൺ സാർ, അങ്ങനെ എനിക്ക് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പം ഏറ്റവും ലാസ്റ്റ് എൻ്റെ പേരൻസ്, ഇവിടെ കുറേ പേരൻസ് വന്നിട്ടുണ്ട്, ആസ്പിരൻസ്. പിന്നെ എനിക്ക് ഏറ്റവും ഫോർച്യൂണോട് താങ്ക്ഫുൾ ആയിട്ടുള്ളത്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും കൂടെ കൊണ്ടുപോകാൻ കുറേ നല്ല മനുഷ്യരെ എനിക്ക് തന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോർച്യൂൺ. മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സ്വാതി, ഊർമിള, ഇങ്ങനെ കുറേ ആൾക്കാർ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കാരണം വേർഡ്സിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം കാണുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ആ റാങ്ക് ലിസ്റ്റിലെ ഓരോ റാങ്കിൻ്റെ പിന്നിലും അധ്വാനിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർച്യൂൺ. ഐ ആം ഫോർച്യുനേറ്റ് ഇനഫ് ടു ബി ഇൻ ദ റൈറ്റ് പ്ലേസ്. താങ്ക് യു.